നമസ്കാരം. ഏപ്രിൽ മാസം 2-ാം തീയതി റിപ്പോർട്ടർ ചാനലിന് പൂട്ട് വീണേക്കും എന്ന തരത്തിൽ മറുനാടൻ വാർത്ത വന്നതുകൊണ്ട് തന്നെ പിന്നെ എന്താണ് ഒന്നും കേൾക്കാത്തത് എന്ന് ചോദിച്ച് പലരും മറുനാടിന് കത്തെഴുതാറുണ്ട്. റിപ്പോർട്ടർ ചാനൽ ഇപ്പോഴും എയറിലുണ്ട്. അതിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യവുമുണ്ട്. റിപ്പോർട്ടർ ചാനൽ ലൈസൻസ് റദ്ദാക്കാതിരിക്കാൻ കാരണം വല്ലതുമുണ്ടോ എന്ന് ചോദിച്ച് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഔദ്യോഗികമായി ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന നികേഷ് കുമാറിനും ഭാര്യ റാണിക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിഷേധിച്ചിരിക്കുന്നു. സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ലാതെ റിപ്പോർട്ടർ ചാനൽ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്ന ചോദ്യം പ്രസക്തമാണ്. എന്നാൽ ആ സെക്യൂരിറ്റി ക്ലിയറൻസ് നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ റിപ്പോർട്ടർ ഉടമകൾ കോടതിയെ സമീപിച്ച് കോടതി സ്റ്റേ കൊടുത്തിരിക്കുന്നതുകൊണ്ടും ഈ കേസിൻ്റെ വാദം തുടരുന്നതുകൊണ്ടുമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മുമ്പോട്ട് പോകുന്നത്. ഒരു ചാനൽ രാജ്യത്ത് പ്രവർത്തിക്കാൻ ആവശ്യമായ സെക്യൂരിറ്റി ക്ലിയറൻസ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനില്ല. മാത്രമല്ല സാങ്കേതികമായി ലൈസൻസുമില്ല എന്ന് പറയേണ്ടി വരും. റിപ്പോർട്ടർ ചാനലിന് ലൈസൻസ് കൊടുത്തിരുന്ന ഇൻഡോ ഏഷ്യ ന്യൂസ് ചാനൽ എന്ന കമ്പനിക്കാണ്. ആ കമ്പനിയുടെ ഉടമസ്ഥർ നികേഷ് കുമാറും ഭാര്യ റാണിയുമാണ്. എന്നാൽ ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ നടത്തുന്നു എന്ന് അവകാശപ്പെടുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ്. ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് ഇങ്ങനെ ഒരു ചാനൽ നടത്താൻ ലൈസൻസ് ഇല്ല. ഈ ലൈസൻസ് അനധികൃതമായി നിയമവിരുദ്ധമായി ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ കമ്പനി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് കൈമാറിയതാണ്. അത് നിയമപരമല്ലാത്തതുകൊണ്ട് തന്നെ ഈ ലൈസൻസിൽ റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിക്കാൻ അനുമതിയില്ല. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ കണക്കിൽ ഇങ്ങനൊരു കൈമാറ്റം നടന്നിട്ടില്ല. അവർ കരുതുന്നത് ഈ ലൈസൻസ് ഉടമകളായ നികേഷ് കുമാർ തന്നെയാണ് ഇപ്പോഴും റിപ്പോർട്ടർ ചാനൽ നടത്തുന്നത് എന്നാണ്. അങ്ങനെയല്ല എന്ന് കിറ്റക് സാബു ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഹൈക്കോടതി നിയമപരമായ നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് അനുമതി കൊടുത്തപ്പോൾ നികേഷ് കുമാറിനും സംഘത്തിനും കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചിരിക്കുന്നു. ലൈസൻസ് റദ്ദാക്കാതിരിക്കാൻ കാരണമുണ്ടോ എന്നറിയാൻ. സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് തീരുമാനത്തിന് കൊടുത്തിരിക്കുന്ന കേസിൽ കിട്ടിയിരിക്കുന്ന സ്റ്റേയിലും പിടിച്ചു നിൽക്കുന്നു. എന്നാൽ റിപ്പോർട്ടറിൻ്റെ മുമ്പോട്ടുള്ള പോക്ക് ഞാണിന്മേൽ കളിയാണ്. സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടാൻ ഒരുപാട് നൂലാമാലകളുണ്ട്. ലൈസൻസ് കിട്ടണമെങ്കിൽ റിപ്പോർട്ടർ ചാനൽ നേരിട്ട് ലൈസൻസ് എടുക്കണം. ഇത് രണ്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. ഇതിനോടൊപ്പമാണ് ഭരണമാറ്റമുണ്ടായേക്കും എന്ന ആശങ്ക റിപ്പോർട്ടർ മുതലാളിമാരുടെ ഉറക്കം കെടുത്തുന്നത്. പിണറായി വിജയനും CPM-മാണ് വീണ്ടും അധികാരത്തിൽ വരുന്നതെങ്കിൽ അതിന് വലിയ റോൾ എടുത്ത ചാനൽ എന്ന നിലയിൽ അവരുടെ ഏത് തട്ടിപ്പിനും സർക്കാർ പിന്തുണ കൊടുക്കും. എന്നാൽ സർക്കാർ മാറിയാൽ അതായിരിക്കില്ല രാഷ്ട്രീയ സാഹചര്യം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പുതിയ ഉഡായിപ്പുകളുമായി റിപ്പോർട്ടർ ചാനൽ രംഗത്ത് വരുന്നു. രണ്ട് സാധ്യതകളാണ് ഇപ്പോൾ റിപ്പോർട്ടറിന് മുമ്പിലുള്ളത്. ഒന്ന്, റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥാവകാശം ലൈസൻസ് ഉൾപ്പെടെയുള്ളവ കോടികൾ വാങ്ങി അഗസ്റ്റിൻ സഹോദരന്മാർക്ക് കൈമാറിയ നികേഷ് കുമാറിനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് വെച്ചാൽ റിപ്പോർട്ടറിൻ്റെ സാമ്പത്തിക മുടക്കും ഉടമസ്ഥാവകാശവുമൊക്കെ പ്രായോഗികമായി അഗസ്റ്റിൻ സഹോദരന്മാരുടെ കയ്യിലാണെങ്കിലും നിയമപരമായി നികേഷ് കുമാറിൻ്റെതായി നിലനിർത്തുക. നികേഷ് കുമാറും അഗസ്റ്റിൻ സഹോദരന്മാരുടെ കമ്പനിയും തമ്മിലുള്ള കരാറിന് പുറത്ത് മുമ്പോട്ട് പോവുക. പക്ഷേ ചാനലിൻ്റെ ലൈസൻസും നടത്തിപ്പും നികേഷ് കുമാറിന് തന്നെ തിരിച്ചു കൊടുക്കുക. നികേഷ് കുമാർ MLA ആകും, മന്ത്രിയാകും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് റിപ്പോർട്ടർ വിറ്റിട്ട് CPM-ന് കൂടെ കൂടിയെങ്കിലും അവർ സീറ്റ് കൊടുത്തില്ല. തളിപ്പറമ്പ് സീറ്റ് ഉറപ്പ് കൊടുത്തതിൻ്റെ പേരിലായിരുന്നു നികേഷ് കുമാറിൻ്റെ CPM-ലേക്കുള്ള യാത്ര. അവിടെ സീറ്റ് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ CPM തോൽക്കുക കൂടി ചെയ്താൽ നികേഷ് കുമാറിന് CPM-ൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ സാങ്കേതിക കാരണം പറഞ്ഞുള്ള തിരിച്ചു വരവിന് നികേഷ് കുമാറിനും എതിരുണ്ടാവില്ല. എന്ന് വെച്ചാൽ കിട്ടാനുള്ള കാശ് കിട്ടുകയും ചെയ്തു, റിപ്പോർട്ടറിൻ്റെ ഉടമസ്ഥാവകാശം തുടരുകയും ചെയ്യാവുന്ന അവസ്ഥ. എന്നാൽ അത് അത്രമാത്രം വിജയിക്കും എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക അഗസ്റ്റിൻ സഹോദരന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു നീക്കം നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ബീഹാറുകാരനായ അനുരഞ്ജൻ ഝാ എന്ന വടക്കേ ഇന്ത്യൻ ജേർണലിസ്റ്റ് പിന്നീട് ചില മാധ്യമ സ്ഥാപനങ്ങൾ തുടങ്ങിയിരുന്നു. മീഡിയാർ സർക്കാർ എന്ന ഒരു ഡിജിറ്റൽ മീഡിയ സ്ഥാപനവും ഒരു വിവാഹ TV ചാനലുമൊക്കെ നടത്തിയ ആളാണ് അനുരഞ്ജൻ ഝാ. അനുരഞ്ജൻ ഝാ 2023-ൽ SJM ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പേരിൽ ഒരു സ്ഥാപനം ഏറ്റെടുത്തിരുന്നു. SJM ഇൻവെസ്റ്റ്മെൻറ്റ് റിപ്പോർട്ടർ ചാനൽ പങ്കാളികളാവാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി SJM ഇൻവെസ്റ്റ്മെൻറ്റ് ലൈവ് 24/7 റിപ്പോർട്ടർ എന്ന പേരിൽ പുതിയൊരു ലൈസൻസ് എടുത്തിട്ടുണ്ട്. ലൈവ് 24/7 റിപ്പോർട്ടർ എന്ന പേരിലേക്ക് റിപ്പോർട്ടർ ചാനലിനെ മാറ്റാനും ലൈവ് 24/7 എന്നത് ചെറുതായി എഴുതി റിപ്പോർട്ടർ എന്ന ഇപ്പോഴത്തെ പേര് അതേ ലോഗോയോടുകൂടി വലുതായി കാണിച്ച് പുതിയ ലൈസൻസിലേക്ക് മാറാനാണ് നീക്കം. നിലവിലുള്ള ലൈസൻസ് റദ്ദായി പോകുന്ന സാഹചര്യത്തിൽ ഈ SJM മീഡിയ എടുത്തിരിക്കുന്ന ഈ പുതിയ ലൈസൻസിൽ റിപ്പോർട്ടർ ചാനൽ തുടർന്ന് പ്രവർത്തിക്കാനാണ് നീക്കം. ഈ നീക്കവും വിജയിക്കുമോ എന്ന് കണ്ടറിയണം. അടിമുടി തട്ടിപ്പും ഉഡായിപ്പുകളുമാണ് അഗസ്റ്റിൻ സഹോദരന്മാരുടെ മുഖമുദ്ര എന്നോർക്കണം. റോജി അഗസ്റ്റിൻ ചെയർമാനും ജോസൂട്ടി അഗസ്റ്റിൻ വൈസ് ചെയർമാനും ആൻഡ്രോ അഗസ്റ്റിൻ മാനേജിംഗ് ഡയറക്ടറും എന്നുമാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ വെബ്സൈറ്റിൽ പറയുന്നതും അവകാശപ്പെടുന്നതും. എന്നാൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിലെ
ഡയറക്ടർ ബോർഡിൽ ഇവർ മൂവരുമില്ല. ഒരു മെൽബിൻ ജോസും ജോസ് ജോണുമാണ് ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ. ഡയറക്ടർ ബോർഡിൽ ഇല്ലാത്തവർ എങ്ങനെയാണ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും വൈസ് ചെയർമാനും ഒക്കെ ആകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ഇവർക്ക് മാത്രമേ അറിയൂ. നിയമപരമായി റിപ്പോർട്ടർ ചാനലിന് ഉടമസ്ഥാവകാശമുണ്ട് എന്ന് അവകാശപ്പെടുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിലോ ലൈസൻസ് ഉള്ള ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിലോ ഒന്നും ഈ സഹോദരന്മാർക്ക് ഒരു റോളുമില്ല. ഇവർ ബിനാമികളായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നിയമപരമായ പ്രശ്നങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതെങ്ങനെ സാധ്യമാകും എന്ന ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. ഇപ്പോൾ നികേഷ് കുമാറിൻ്റെ ചാനലിന് ലൈസൻസ് ഉണ്ട്. ആ ലൈസൻസ് ഉപയോഗിക്കാൻ കഴിയാത്തത് നികേഷ് കുമാർ ഈ സ്ഥാപനം നിയമവിരുദ്ധമായി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനെ കൈമാറ്റം ചെയ്തതുകൊണ്ടാണ്. അവർക്ക് ചാനൽ നടത്താനുള്ള ലൈസൻസ് ഇല്ല. അതുകൊണ്ടാണ് നികേഷ് കുമാറിനെ തിരിച്ചു വിളിച്ച് ഈ ചാനൽ നടത്താനുള്ള ശ്രമം നടക്കുന്നത്. അപ്പോഴും ഒരു പ്രശ്നം ബാക്കിയാണ്, സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ല. ഇതിനെ മറികടക്കാനുള്ള പുതിയ പേരിൽ പുതിയ ലൈസൻസ് എടുക്കുന്നത്. എങ്കിലും ആ ലൈസൻസ് മറ്റൊരാളുടെ പേരിലാണ്. മറ്റൊരാളുടെ പേരിലുള്ള ആ ലൈസൻസ് എങ്ങനെയാണ് നിലവിലുള്ള മുതലാളിമാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്? അത് നേരത്തെയുള്ള അതേ പ്രശ്നം നിലനിർത്തുന്നതിന് കാരണമാവില്ലേ? അല്ലെങ്കിൽ പുതുതായി എടുത്തിരിക്കുന്ന SJM ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനി തന്നെയായിരിക്കണം റിപ്പോർട്ടർ ചാനലിലെ പുതിയ അവകാശികൾ. ആ കമ്പനിയിലൂടെ ആയിരിക്കണം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്. ആ കമ്പനിയിലൂടെ തന്നെയായിരിക്കണം കാര്യങ്ങൾ നടത്തുന്നത്. കാരണം ആ കമ്പനിക്കാണ് പുതിയ ലൈസൻസ് കിട്ടിയിരിക്കുന്നത്. ആ ലൈസൻസ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഉപയോഗിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇപ്പോൾ MD എന്ന് പറയുന്ന ആൻഡോയ്ക്കും ചെയർമാൻ എന്ന് പറയുന്ന റോജിക്കും വൈസ് ചെയർമാൻ എന്ന് പറയുന്ന ജോസ് കുട്ടിക്കും ഈ ചാനലിൻ്റെ നടത്തിപ്പിനുള്ള നിയമപരമായ അവകാശമില്ല. അവർ ഇതിൻ്റെ അവകാശികളാണ് എന്ന് പറയുന്നത് ബിനാമി ഇടപാടാണ്. ബിനാമി നിയമവും അവർക്ക് ബാധകമാവും. ഒരു കാരണവശാലും ഇവരെ ഇങ്ങനെ തുടർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന കടുംപിടുത്തത്തിൽ തന്നെയാണ് കിറ്റക് സാബു. ഇതേക്കുറിച്ച് സാബുവിനോട് ചോദിച്ചപ്പോൾ എല്ലാ വിവരങ്ങളും ഇപ്പോൾ അങ്ങനെ വെളിപ്പെടുത്താൻ കഴിയില്ല. നിയമവിരുദ്ധമായി ആണ് റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ തുടരാൻ അനുവദിക്കില്ല. റിപ്പോർട്ടറിൻ്റെ എല്ലാ ഇടപാടുകൾക്കെതിരെയും അന്വേഷണമുണ്ട്. അതിന് പിന്നാലെ തന്നെയാണ് വെറുതെ വിടില്ല. ഏത് അഭ്യാസം കാണിച്ചും പിടിച്ചു നിൽക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങൾ അങ്ങനെ കണ്ടില്ലെന്ന് നടിക്കില്ല. റിപ്പോർട്ടർ ചാനലിന് ലൈസൻസ് ഇല്ല, സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ല. അത് വളഞ്ഞ വഴിയിലൂടെ നേടിയെടുക്കാൻ അനുവദിക്കുകയില്ല. പിന്നാലെ ഉണ്ടാവും നിയമ പോരാട്ടവുമായി എന്നാണ് കിറ്റക് സാബു പറഞ്ഞത്. കിറ്റക് സാബുവിനെ അനുനയിപ്പിക്കാനും ധാരണയിലെത്താനും റിപ്പോർട്ടർ മുതലാളിമാർ വളഞ്ഞ വഴിയിലൂടെ ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ സാബുവിനെതിരെ ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. BJPയുടെ ദേശീയ നേതാക്കളെയൊക്കെ കണ്ട് സാബുവിനെ സ്വാധീനിക്കാനുള്ള ശ്രമവും നടന്നു വരികയാണ്. എന്തായാലും റിപ്പോർട്ടർ ചാനൽ എന്ന നമ്മുടെ സമൂഹത്തിന് ഒരുപാട് വിപത്തുണ്ടാക്കിയ ഈ ചാനൽ അസ്തമിക്കും എന്ന പ്രതീക്ഷ ജനങ്ങൾക്ക് ഇപ്പോഴും ബാക്കിയുണ്ട്. പക്ഷേ ഇതുവരെ അസ്തമന സമയമായിട്ടില്ല. അവർ പിടിച്ചു നിൽക്കുകയാണ് നിയമത്തിൻ്റെ പഴുതുകളിലൂടെ.